അന്ന് കുറച്ചധികം പണിയുള്ള ദിവസമായിരുന്നു. ആദ്യം തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങി. സിറ്റ് ഔട്ട് നല്ലതുപോലെ അടിച്ച് നനച്ച് തേച്ചുടച്ച് കഴുകി. നമ്മൾ ഈ ജോലി യൂസ് ചെയ്തിട്ടാണ് കഴുകുന്നത്. അത് ഇവിടത്തേക്ക് മാത്രമേ എടുക്കത്തുള്ളൂ, എന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിതേ കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ അകത്ത് പോയി വൃത്തിയാക്കാൻ നിർത്തി. ഞാൻ ഈ ഒരു സാധനം കണ്ടു. ഇതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവസാനം ഞാൻ ഇങ്ങനെ ഞവിടി പിഴിഞ്ഞെടുത്ത് എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ പൊട്ടിച്ചങ്ങ് കളിച്ചു. ഗൈസ്, നമ്മൾ കുറച്ചധികം പണി എടുത്തുകൊണ്ട് വിയർക്കുന്നുണ്ടോ ഗൈസ്? ഉണ്ടോ? അത്രയ്ക്ക് പണിയെടുത്തു നമ്മൾ. ഇനി നമ്മളൊരു 5 മിനിറ്റ് പണിയെടുത്ത് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മമ്മ മാങ്ങ അരിയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന്ന് 2-3 വാരിയിട്ട് കഴിച്ചു. നല്ല മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജിങ്കു, നിനക്ക് സുഖാണോ? നിനക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പറയടാ നിന്റെ പ്രശ്നം. എന്നിട്ട് ഞാൻ ആ മാങ്ങ എടുത്തും കൂടെ അച്ചാറിട്ടു. നല്ല രസമുണ്ട് കാണാൻ. ആ രസം ഉള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കണ്ണാടി കണ്ടപ്പോൾ 2 വീഡിയോയും എടുത്ത് നമ്മൾ അടുക്കളയിലോട്ട് പോയപ്പോഴത്തേക്കും തണ്ണിമത്തൻ ചെത്തുമായിരുന്നു. അപ്പം നമുക്ക് ഇനി തണ്ണിമത്തൻ കഴിക്കാം. ഈ ആകെ ഒറ്റ പീസേ അല്ലായിരുന്നു, അത് ഫുള്ള് ഞാനങ്ങ് കഴിച്ചു. കാര്യം ഈ തണുപ്പ് കഴിക്കുമ്പോൾ അത് വേറൊരു ഇതാണല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ചോറ്. അപ്പോൾ നമുക്കിന്ന് മീൻ പൊരിച്ചതുണ്ട്, തോരനുണ്ട്, നിങ്ങൾക്ക് കാണാമോ? പിന്നെ നമുക്ക് മീൻകറിയും ചക്കയും ഉണ്ട്, രസം, അച്ചാർ. അതിനുശേഷം ഞാൻ ഈ ഒരു സിനിമ ഇരുന്ന് കണ്ടിട്ടു. ഇത് എത്ര കണ്ടാലും മടുക്കാത്തൊരു ഫിലിമാണ് കേട്ടോ. ചായ കുടിക്കാം ഗൈസ്, വൈകിട്ടായി. അപ്പം ചായ ആരോഗ്യത്തിന് നല്ലതല്ല, ബട്ട് എനിക്ക് തലവേദന വരും. ഓക്കെ. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് തെളിവുകൾ നശിപ്പിച്ച് കളഞ്ഞു. തെളിവുകളൊന്നും നമ്മൾ ബാക്കി വെക്കരുത്. വെറുതെ എന്തിനാണ് നമ്മൾ പോരാളിയുടെ വായിലിരിക്കുന്ന കേൾക്കുന്നത്? അങ്ങനെ അതൊക്കെ കത്തി ചാമ്പലാവുന്നത് നോക്കി നിന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.